Sagama pa 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 ma gama pa 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 ni pa sa ni pa ma ga ni sagama pa 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 ma gama pa 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 ni pa sa ni sa ga pani pa sa ni pa ma ga ni sa ga ma pa 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 ma ga ma pa 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 ni pa sa ni sa ga സാറേ. ജോർജേ, നിന്റെ ഫോൺ എവിടാ? കയ്യിലുണ്ട് സാറേ. പിന്നെ നിനക്ക് ഫോൺ എടുക്കാൻ എന്താ മടി? സാറേ, ഞാൻ അക്കയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 ലക്ഷം രൂപയാണ് കേട്ടല്ലേ സാറേ. കഴിഞ്ഞ മാസം തരാന്ന് പറഞ്ഞു പോയിട്ട് നീ ഇപ്പഴാണ് വരുന്നത് ഇവിടെ? ഞാൻ അക്കയുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, ഓക്കെ, അടുത്ത ആഴ്ച. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, പോയിക്കോ. പാർത്ഥിവൻ നാട്ടിലേക്ക് മുങ്ങി. നിന്നെയൊക്കെ കൊണ്ട് എന്തിനു കൊള്ളാടാ? ഞാൻ എന്തിനാ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്? ഇതിപ്പോൾ 8 മാസത്തിനുള്ളിൽ 4ാമത്തെ വരവാണേ. ഇതിനൊക്കെ പൈസ വേണ്ടേ? ഓ, അതൊന്നും സാരില്ലടോ. എന്തു പറയണു, സുഖാണോ? എന്റെ കാര്യമൊന്നും അറിയണ്ട, അകത്തുള്ള ഓ, ഞാൻ തമാശ പറഞ്ഞല്ലേ പൊന്നെ. അല്ലേലും ഈ 10 മാസം ചോന്ന് നടക്കുന്നത്, ഞാൻ ഈ പെടാപ്പാട് പെടുന്നത് ഞാൻ ഔട്ടായി. ഓ, ഞാൻ കുളിച്ചിട്ട് വരാം. അല്ല, എന്തായി അവിടുത്തെ കാര്യം? ഓരോ ദിവസം കഴിയുന്തോറും വഷളായി വന്നോണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കെങ്കിലും ചെയ്യാലോ. ഇപ്പൊ ഞാനിവിടെ നിൽക്കണോണ്ട് ഒരു പ്രയോജനമില്ല. ആ പൈസ കിട്ടിയോ? ഇല്ല, അതങ്ങ് കിട്ടിയായിരുന്നെങ്കിൽ ഈ പരിപാടി അങ്ങ് നിർത്തായിരുന്നു. അതൊക്കെ ശരിയാവും. പോയി കുളിക്ക്. ഞാൻ കുളിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. ഇരിക്കെ. കഴിക്കേ. കറി വേണ്ടേ? നീ ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കൊള്ളാം. പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ച് ജോലിക്ക് പോയിരിക്കാൻ പറ്റുമോ? പ്രശ്നങ്ങളൊക്കെ അങ്ങ് മുന്നോട്ട് പോകും. പണ്ട് പഠിപ്പിച്ചൊക്കെ നീ ചെയ്യാറുണ്ടോ? റെഗുലർ ആയിട്ടില്ല, സമയം കിട്ടുമ്പോഴൊക്കെ. ആശ്രമം സന്യാസിക്ക് മാത്രമുള്ളതല്ല, അവർക്കതിൻ്റെ ആവശ്യമില്ല. ശ്രമമില്ലാത്ത അവസ്ഥ, അത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഗൃഹസ്ഥാശ്രമിക്കാണ്. ഈ ചപ്പാത്തി ഇൻസ്റ്റന്റ് ആണോ? അതെ. വിശപ്പ് സത്യമാണോ? അല്ല. അതെന്താ?
വിശപ്പ് കഴിക്കുമ്പോൾ മാറുമല്ലോ. സ്ഥിരല്ലാത്തൊന്നും സത്യമല്ല. അല്ല അല്ലേ? അല്ല. ഇതേതാ മാസം? 7. കുട്ടികൾ നല്ലതാണ്. ചിലർ പറയാറുണ്ട് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് കുട്ടികളായിട്ട് വരുമെന്ന്. അവർക്ക് കുട്ടികളിൽ നിന്ന് പഠിക്കാൻ മടിയുള്ളതുകൊണ്ടാണ്. ശരിക്കും കുട്ടികളിൽ നിന്നാണ് പഠിക്കേണ്ടത്. അവരാണ് നമ്മുടെ മോക്ഷം. ദുബായിലിപ്പോൾ എങ്ങനെയാ? ചൂടാണോ? ആ, തണുപ്പ് മാറി വരുന്നു. ആശ്രമത്തിൽ നിന്നാ? വേണ്ട, എടുക്കണ്ട. ഒരു യാത്ര തുടങ്ങല്ലേ. യാത്രകൾ നല്ലതല്ലേ? ആ, എന്തിന്? അകത്തുള്ളത് തന്നെയല്ലേ പുറത്തുള്ളത്. വെറുതെ ഓരോന്ന് പറഞ്ഞോളൂ. അകത്തേക്കുള്ളതൊരു യാത്ര തന്നെയല്ലേ? അതിനെ യാത്ര എന്നാണോ പറയുന്നത്? ആ, എനിക്കറിയില്ല. നിങ്ങളൊക്കെ അല്ലേ ലോകം കണ്ടവര്. അർബാബ് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി അല്ലേ? ഇനി പോലീസ് പിടിക്കില്ലല്ലോ. അതല്ല, വൈഫിനൊരു കോംപ്ലിക്കേഷൻ കൊണ്ട് വന്നാ. കണ്ടിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ കുറെ കണ്ടിട്ടുണ്ട്. നിനക്ക് ദുബായ് പോലീസിന്റെ ഇടി കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. നമുക്കേ നാട്ടിൽ നല്ല പിള്ളേരുണ്ട്. അയ്യോ, ബേജാറാക്കല്ലേ. ഞാൻ തരാന്ന് പറഞ്ഞല്ലേ. മാർച്ച് 31 ഡേറ്റ്. ഇന്ന് ഫെബ്രുവരി 20 ആയുള്ളൂ. എനിക്ക് ചൈനയിൽ എൻ്റെ എമൗണ്ട് കുറച്ച് ബ്ലോക്ക് ആയതുകൊണ്ടാ. ഒരു 1.5 മില്യൺ വരാം. നിന്റെ ആ ചങ്ങായി ഇസ്മായിലിന്റെ കാര്യല്ലേ? അതെ, അവന്റെ കാര്യം നേരത്തെ തീരുമാനമായതാ. 10 മില്യനാ യോഹന്നാൻ ടീമിന് അവൻ കൊടുക്കാനുള്ളത്. അവർക്ക് കൊടുക്കാതല്ലേ അവൻ നിനക്ക് തരാൻ പോകുന്നത്. അവന്റെ കാര്യം അങ്ങ് വിട്. നീ എന്റെ കാര്യം പറ. അക്ക പ്ലീസ്, ഒരവധി കൂടി. നീ പറ, നിനക്ക് എത്ര ദിവസം വേണം? ഒരു 45 ഡേയ്സ്. അതിനുള്ളിൽ മുതൽ തന്നില്ലെങ്കിലും പലിശയിൽ ഞാൻ തന്നു നിർത്തോളാം പ്ലീസ്. ശരി, ഇന്ന് ഫെബ്രുവരി 20. ഏപ്രിൽ 13 മുമ്പ് എനിക്ക് എൻ്റെ കാശ് കിട്ടണം. ഇല്ലെങ്കിൽ നീ ഈ പ്രാവശ്യത്തെ വിഷു കണി കാണത്തില്ല. അക്ക പ്ലീസ്. ഹലോ, എന്താ നിന്റെ ഉദ്ദേശം? നീ എന്നെ കൊലക്കി കൊടുക്കൂ? അളിയൻ, നീ എന്നെ കാലനാ. അവരെന്നെ വിളിച്ചിരുന്നു അക്ക. പൈസ കൊടുത്തില്ലെങ്കിൽ തട്ടിക്കളയെന്നൊക്കെ അവർ പറയണേ. നാട്ടിൽ പണിയറിയാവുന്ന കുറെ പിള്ളേരുള്ളാട്ടോ. അളിയ സത്യമായിട്ടും കാശ് വന്ന ആദ്യം നിന്റെ ക്ലിയർ തരും. നടക്കൂടെ? അല്ലാണ് സത്യം. നിന്നെ ഫസ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തോളാം. മാർച്ച് ഫസ്റ്റ് വീക്കിലെങ്കിലും പൈസ സെറ്റിൽ ചെയ്യണം. ഞാനൊന്ന് നോക്കട്ടെ. ഒരു ഇത്തിരി സമയം താ, ഞാനത് ശരിയാക്കി തരാം. നീ ടെൻഷൻ അടിക്കണ്ട പ്ലീസ്. നീ എന്നേലൊക്കെ ഒന്ന് കാണിക്കി. வாடா நல்லவனே, வாங்குறதுக்கு முன்னாடி எத்தனை வாட்டி ஃபோன் அடித்த ஞாபகம் இருக்கா? ஆனால் இப்போ நான் எத்தனை தடவை அடித்தாலும் நீ எடுக்கிறியா? சார் ஓடிட்டு இருக்கு சார், பிஸி ஆகிட்டு இருக்குது சார். சரி, எப்போ தருவா? சார் ஒரு 2 months வெயிட் பண்ண முடியுமா சார்? மயிர 2 months எவ்வளோ நாள் பார்க்குறதுனா? யூல் ஃபக்கிங் சே 2 months 3 months. இதை நான் கேட்டுகிட்டே இருக்கணுமா? It's already been 3 months. Make sure that you make the payment before the end of 2 months as you have promised. Okay, sir. Illati, I'm going to make sure that I'm taking your family, your relatives, whoever, and all your properties back home and here. எல்லா இடத்துலையும் I'll make you regret. அதை மட்டும் நல்லா ஞாபகம் வச்சுக்க, சரியா? I've given you enough time, but I don't think you have actually kept your word. உனக்கு நான் 2.5 லட்சம் dirhams கொடுத்துருக்கேன். 250,000 dirhams. அது எனக்கு வரணும். சார் நீ எப்படி கொண்டு வருவ? பேங்கை திருடுவியா இல்லை அரபு வீட்டை திருடுவியா? I don't give a shit.
I just need the money. Got it? കൊച്ചു ദേശാടന പക്ഷി നിൻ തുച്ഛമാമയനം നിർത്തിയോ തൊട്ടുമീതേ നിൻ വാനം കറുക്കവേ ഇച്ഛയെന്തേ നിലച്ചുവോ കൊച്ചു ദേശാടന പക്ഷി കാലദേശങ്ങളിൽ പോയതങ്ങാണു നീ സാമവേദങ്ങൾ കളഞ്ഞതെന്തേ ദൂരദൂരത്ത് നിൻ സ്വപ്നരാഗരാവു തീർന്നതിൻ വാശിയോ ദേവദാരുവിൻ പൂക്കൾ തീർത്ത തണൽ മാഞ്ഞു പോയതിൻ ഖേദമോ എന്തിനേ മറന്നു നീ ദൂരെ ഇല്ലേ സംഗ്രാമ സന്ധ്യകൾ കൊച്ചു ദേശാടന പക്ഷി പിന്നെ നമുക്കൊരു അതുകൊണ്ടൊന്നും പ്രശ്നം തീരില്ലടോ. നിനക്കറിയില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വിഷമിക്കണ്ട, അതിനൊരു പരിഹാരം ഉണ്ടാവും. നമ്മുടെ മോൻ വരുമ്പോ എല്ലാം ശരിയാവുന്നേ. മോനോ? മോനാണെന്ന് ഉറപ്പിച്ചോ? പിന്നല്ലാതെ. പിന്നെ നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരും. നമുക്കൊരു നല്ല സമയം വരും. കിടക്കാം. ദേശാടന പക്ഷി നിൻ തുച്ഛമാമയനം നിർത്താതെ സ്വച്ഛ നീലയാണിപ്പോഴും വാനം ഇച്ഛയോടെ പറന്നിടൂ കൊച്ചു ദേശാടന പക്ഷി അച്ഛാ, 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 പേടിക്കണ്ട, ഞാനാണ് അമ്മയുടെ വയറ്റിൽ നിന്ന്. നിനക്കെങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്? എല്ലാ കുട്ടികൾക്കും എല്ലാം കേൾക്കാം, അവർ സംസാരിക്കാറുമുണ്ട്. പക്ഷേ ആരും കേൾക്കാൻ വരാറില്ല. നിനക്ക് സുഖാണോടാ? എന്ത് സുഖം! നമ്മൾ ഓരോ വ്യക്തിയെയും അവർക്ക് അനുഭവമുണ്ടാകുന്ന സാഹചര്യത്തെയും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ഇന്ന് അച്ഛനെ അക്ക വിളിച്ചപ്പോൾ അച്ഛൻ എന്താ ചെയ്തത്? ഇസ്മായിൽ അങ്കിളിനെ വിളിച്ച് ചീത്ത പറഞ്ഞു. അതൊരു സൊല്യൂഷൻ ആണോ? ആദ്യം ഇസ്മായിൽ അങ്കിൾ അച്ഛന് പൈസ തരാനുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ഇസ്മായിൽ അങ്കിളിന്റെ സാഹചര്യം മനസ്സിലാക്കണം. ചിലപ്പോൾ അത് മനസ്സിലാക്കിയാൽ അങ്കിളിന് കിട്ടാത്ത സൊല്യൂഷൻ അച്ഛന് കൊടുക്കാൻ പറ്റും. വിരാട് കോഹ്ലി എങ്ങനെ ബാറ്റ് ചെയ്യണം എന്ന് നമ്മൾ നേരിട്ട് പറയാറില്ലേ? അച്ഛനൊന്ന് മനസ്സിലാക്കി നോക്കൂ, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടെങ്കിലോ. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? അച്ഛനും അമ്മയ്ക്കും എന്തൊക്കെ അറിയാമോ അതെല്ലാം കുട്ടികൾക്കും അറിയാം. പിന്നെ അത് പ്രകടിപ്പിക്കാനുള്ള ഭാഷ എല്ലാവർക്കും.
ഹലോ അളിയ, നിനക്ക് സുഖമാണോടാ? സുഖം. കാലം കുറേയായി ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ട്. വല്ലപ്പോഴും ഉമ്മ വിളിക്കുമ്പോഴാണ് ഞാനിത് കേൾക്കുന്നത്. അതിനുശേഷം ഇപ്പം നീ ബാക്കിയുള്ള കോളൊക്കെ ഭീഷണിയും തെറിവിളിയും പിപ്പിടിയായിട്ടലും ഒക്കെ തന്നെ. ആ പിന്നെ യോഹന്നാൻ, അവന്മാരെ കൊണ്ട് ശരിക്കും പെട്ടിട്ടിരിക്കുക. ഇവിടെ എനിക്ക് ട്രാവൽ ബാനടാ. നാട്ടിലേക്ക് ഇനി വരാൻ പറ്റുമെന്ന് പോലും അറിയില്ലടാ. എല്ലാ ദിവസവും ഈ കടക്കാരെയും പോലീസുകാരെയും ഇവരെല്ലാം പറ്റിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന് കയറും. ഡാ, ഒരു 7.5 കൊല്ലം മുമ്പ് അൽഫൈദയിലെ ആ ബാച്ചലർ അക്കോമഡേഷനിൽ നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുണ്ട്, നമ്മൾ നടത്തിയ ശ്രമങ്ങളുണ്ട്. നമുക്കതുപോലെ ശ്രമിക്കാം. നീ വിഷമിക്കണടാ. ഈ ലോകത്ത് എന്തു തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നീ ബേജാറാവണ്ട. അളിയ, നിൻ്റെ ഈ ഫോൺ കോളിൽ നിന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ നിന്നെ വിളിക്കാം. ശരിടാ. ഹലോ, മനോജ് ഭായ് അല്ലേ? ഇപ്പം നാട്ടിലുണ്ടോ? ആ, ഞാൻ എവിടെയാ? ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കൺസ്ട്രക്ഷൻ ബ്ലോക്കായി കിടക്കുക. പണിക്കാരും ഇല്ല. ഇപ്പം അത് ഒരു പ്രശ്നമായിരിക്കും. സത്യം പറഞ്ഞ ഒരു ഹെൽപ്പ് ചെയ്യാനാണ് ഭായ് വിളിച്ചത്. നമ്മുടെ ഈ നിപ്പയ്ക്കൊക്കെ മലേഷ്യയിൽ മെഡിസിൻ ഉള്ള പോലെ ഇപ്പോൾ ഒരു എപ്പിഡമിക് ഇല്ലേ, കൊറോണ. അതിൻ്റെ മെഡിസിൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ? എപ്പിഡമിക് അല്ലടോ, പാൻഡമിക്. മരുന്നൊന്നും കണ്ടുപിടിച്ചില്ലടോ. നീ എന്നാ FMCG ഒക്കെ വിട്ട് മെഡിസിനിൽ ഇറങ്ങിയോ? പിന്നെ ഇവിടെ സത്യം പറയാം, അടാറ് ലോക്കാണ്, പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒന്ന് രക്ഷപ്പെടാൻ നോക്കാനാ. കൊറോണയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അജ്മാനിൽ ഒരു സാനിറ്റൈസർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഗ്രാനേതയാണ്. ആൾക്കാരും നോക്കാനില്ലാണ്ട് കിടക്കുക. ഒന്ന് നോക്കിയാലോ? എത്രയാകും? നമ്മുടെ നിൽക്കുമോ? അത് ചോദിച്ചിട്ട് പറയാം. 1-2 മാസത്തെ എമൗണ്ട് ബ്ലോക്ക് ചെയ്ത് തരാം. റോ മെറ്റീരിയലും ലേബർ ചാർജും അത് നീ ചെയ്യണം. ആദ്യം നീ ഓർഡർ എടുക്കുക, എന്നിട്ട് നമുക്ക് നോക്കാം. അതാണ് സേഫ്. ബായ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്നെ വിട്ടേരെ. കുറച്ച് നാളൊക്കെ വിട്ട് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒന്ന് ഫ്രീ ആവട്ടെ. ബ്രോ പെട്ടിരിക്കുകയായിരുന്നു. ഇത് കേട്ടപ്പോഴാണ് ഒരു റിലാക്സേഷൻ ആയത്. ഞാനൊരു ഹെൽപ്പ് ചോദിക്കാനാണ് വിളിച്ചിരുന്നത്. ഒരു സാനിറ്റൈസർ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. അത് കുഴപ്പമില്ലടാ. എത്ര എമൗണ്ട്? ഞാൻ അറേഞ്ച് ചെയ്യാം. ആ, അതെത്രയാണെന്ന് ഞാൻ പറയാം. ഇസ്മയിലിൻ്റെ ഫണ്ട് വരും. അവൻ മെറ്റീരിയൽ കളക്ട് ചെയ്തോളും. നീ ആ മെറ്റീരിയൽ ഒന്ന് കണ്ടു നിന്ന് ശ്രദ്ധിച്ചാൽ മതി. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ആ, ഓക്കേടാ. ശരി, ഓക്കേടാ. അല്ല, നിങ്ങൾക്കിത് എന്നാത്തിൻ്റെ കേടാ മനുഷ്യ? ഓൾറെഡി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാ ഇസ്മയിൽ. ഓരോരോ പുലിവാല് പിടിച്ച് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല വീണേ. നിങ്ങൾ എന്താ ഇങ്ങനെ? വീണ, നിനക്കൊന്നും മിണ്ടാതിരിക്കാമോ? ആ, ഞാൻ മിണ്ടാതിരുന്ന കാര്യങ്ങൾ ഇവിടം വരെ എത്തിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ. നിനക്കൊന്നും മിണ്ടാതിരിക്കാൻ വല്ലതും വേണോ? ആ, അല്ലേലും നിങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് ഇത്രയും നാളും ഞാൻ ഓരോ കാര്യത്തിന് സപ്പോർട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ എൻ്റെ മുഖത്തോക്കി പറയാൻ തോന്നുന്നു? വീണ, നീ ഒന്ന് പോസിറ്റീവായി ചിന്തിക്ക്. ആ, പിന്നെ ഞാൻ നെഗറ്റീവായിട്ടാണല്ലോ എപ്പോഴും ചിന്തിക്കുന്നത്. നമുക്ക് നേട്ടം ഉണ്ടാവും വീണേ. ഇത് ഞാൻ കുറേ ആയി കേൾക്കുന്നു. വീണ, ഒന്ന് വിടുന്നുണ്ടോ? വീണ, പറയുന്നത് മനസ്സിലാക്കുന്നേ. ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അച്ഛാ, എന്തിനാ വിഷമിക്കുന്നത്? മിണ്ടരുത്. നീ പറഞ്ഞ കേട്ടാ ഇതെല്ലാം ഞാൻ ചെയ്തത്. എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഇല്ലല്ലോ. ഇസ്മായിൽ അങ്കിളിന്റെ കാര്യം എല്ലാം സെറ്റായില്ലേ? അത് ശരിയാ. പക്ഷെ നിന്റെ അമ്മ കടന്ന് ബഹളം വെക്കാൻ നീ കേട്ടില്ലേ? അമ്മയ്ക്ക് പേടിയുണ്ട് ശരിക്കും. പിന്നെ അമ്മയുടെ ഹെൽത്ത് ഭയങ്കര വീക്ക്. അതാണ് ഇങ്ങനെ. അതിന് ഞാൻ എന്താ ചെയ്യാ?
എന്റെ ജീവിതം, എന്റെ തീരുമാനങ്ങൾ. ഇതൊരു സിനിമ ഡയലോഗ് അല്ലേ? നീ ഇപ്പൊ സിനിമയും കാണുന്നുണ്ടോ? ഒരു മരം ഉണ്ടാകുന്നത് ഒരു സീഡിൽ നിന്നാണ്. എന്നാലും ഒരു മരത്തിനുള്ളിലുള്ളതെല്ലാം ആ സീഡിലും കാണും. അത് വിടും. ഇപ്പോൾ എന്താ പ്രശ്നം? അവളെന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാ അത് ഇത്തിരി സ്ട്രെയിനുള്ള കാര്യമാണ്. അതാ പ്രശ്നം. നമുക്ക് അമ്മയെ അങ്ങ് ഡിവോഴ്സ് ചെയ്താലോ? ദേ ചക്ക, വേണ്ട. നീ ഡാനോ ഡാനോ ഡി എന്ന് പറയാനായിട്ടില്ല. പറയണോ? ഏയ്, അത് വേണ്ട. അതിൻ്റെ ഒരു ത്രില്ലങ്ങ് പോവും. എന്തായാലും അത് വേണ്ട. അപ്പോൾ പറഞ്ഞു വന്നത്, ആര് എന്ത് പറഞ്ഞാലും തീരുമാനം അച്ഛന്റെയാണ്. വിമർശനം ആര് പറഞ്ഞാലും അത് കേൾക്കുക, ചെയ്യണോ വേണ്ടയോ എന്ന് അച്ഛൻ തീരുമാനിച്ച പോലെ. സോ എന്റെ ജീവിതം, എന്റെ തീരുമാനം. ഓക്കെ അല്ലേ? ഓക്കെ. Just one life, make the best of it, have fun, not afraid of too regret. Go out and live your life to the maximum. Get into the groove with the rhythm of the life. You're in the house, sitting on now. Check it out now. Kieran J, keep it up and gone. Just one life, make the best of it, have fun, not afraid of too regret. Go out and live your life to the maximum. Get into the groove with the rhythm of the life. ഹലോ അളിയാ, അറ്റ് ലാസ്റ്റ് മരുഭൂമിയിൽ ഒരു ചെറിയ ചാറ്റൽ മഴ. ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി. കൺഗ്രാറ്റ്സ്. കുറച്ച് ഓർഡറുകൾ വന്നിട്ടുണ്ട്, കുറച്ച് കാശ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് എൻ്റെ കാര്യത്തിന് എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ അക്കയ്ക്ക് അയക്കണോ? ഇല്ല, ആ എമൗണ്ട് മൊത്തം കൊടുക്കണ്ട. പിന്നെ നീ അതെല്ലാം കുറച്ച് കൊടുക്ക്. എല്ലാവരോടും അവധി ഒതുക്കി. അളിയാ, എങ്ങനെയാടാ ഇതിനൊക്കെ ഞാൻ നന്ദി പറയണ്ടേ? നീ നന്ദിയൊന്നും പറയണ്ട, അതലമ്പാ. ശരി, നീ 6 മാസം കൊണ്ട് ആ കടമെല്ലാം തീർക്കാൻ നോക്ക്. ഓക്കെ. പൊളിക്ക്. ശരി അളിയാ. മാർച്ച് 30 അഡ്മിറ്റ് ആവണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ അന്ന് തന്നെ ഓപ്പറേഷൻ ഉണ്ടാവും. കഴിഞ്ഞ തവണ പോയപ്പോ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, കുഞ്ഞിന്റെ കിടപ്പ് അത്ര ശരിയല്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. തനിക്ക് ടെൻഷനുണ്ടോ? പിന്നെ ടെൻഷൻ ഇല്ലാതെ. ആദ്യമായിട്ടല്ലേ? അല്ലെങ്കിൽ എനിക്ക് സിറിച്ച് പണ്ടേ പേടിയാ. അപ്പൊ പിന്നെ ഈ സിസേറിയനും കൂടി ആവുമ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നോർമൽ ഡെലിവറിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ട്. ഈ ദൈവം ഒരു മെയിൽ ഷോയിസ്റ്റ് അല്ലേ? കാരണം ആണുങ്ങൾക്കൊന്നും അറിയണ്ട, ഈ പെണ്ണുങ്ങൾ എന്നൊക്കെ വേദന അനുഭവിച്ചു കാണും. അത് ഈ ആടിന് ആനയുടെ വാലുള്ളത് കേട്ടിട്ടുണ്ടോ? ആണുങ്ങൾക്കൊന്നും ധൈര്യമില്ലടോ. ഇതിനൊക്കെ ഒരു അവാർഡ് തരണ്ടേ? ആഹാ, ഇതൊരു ഭയങ്കര അവാർഡായി പോയി എന്റെ പൊന്നോ. മൈക്ക് കെടുത്തിട്ടല്ല എല്ലാം, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെയൊക്കെ ആശ്വസിക്കാം.
എന്തായാലും ഞാൻ കാണുന്നു എൻ്റെ കൂടെ, പിന്നെന്താ? പ്രസവിക്കാനോ? ഇതൊരു വല്ലാത്ത മോട്ടിവേഷൻ ആയിപ്പോയി. എന്ത് ദുരന്താടോ താൻ. മഴമേഘത്തുള്ളി പോലെ അവൾ മധുമാസപ്പൂ പോലെ. മഴമേഘത്തുള്ളി പോലെ അവൾ മധുമാസപ്പൂ പോലെ. വരുമോ ഈ വഴിയിതിലേ വസന്തമായി വഴിയിതിലേ. വരുമോ ഈ വഴിയിതിലേ വസന്തമായി വഴിയിതിലേ. മഴമേഘത്തുള്ളി പോലെ അവൾ മധുമാസപ്പൂ പോലെ. എനിക്കും നിനക്കും ഒരു സ്വപ്നം അറിയാതെ നാം തമ്മിൽ ഒന്നു ചേർന്നു. എനിക്കും നിനക്കും ഒരു സ്വപ്നം അറിയാതെ നാം തമ്മിൽ ഒന്നു ചേർന്നു. ഈ മരത്തണലിൽ ഈ പുൽമേട്ടിൽ ഈ മരത്തണലിൽ ഈ പുൽമേട്ടിൽ നീ വരുമോ ഈ വഴിയേ സന്ധ്യയാ ഈ വഴിയിതിലേ. മഴമേഘത്തുള്ളി പോലെ അവൾ മധുമാസപ്പൂ പോലെ. വരുമോ ഈ വഴിയിതിലേ വസന്തമായി വഴിയിതിലേ. മഴമേഘത്തുള്ളി പോലെ അവൾ മധുമാസപ്പൂ പോലെ. ഹലോ, ആടാ എന്നാ ഡെലിവറി? അത് മറ്റന്നാളാടാ. ഫണ്ട് വല്ലതും കയ്യിലുണ്ടോടാ? ഇല്ല, ഒന്നും ശരിയായിട്ടില്ലടാ. ഞാനിപ്പോ അക്കയുടെ ബെയിലാടാ. ഓ, കിട്ടിയ അഡ്വാൻസ് വെച്ചിട്ട് കുറച്ച് റോ മെറ്റീരിയൽസ് വാങ്ങി. പിന്നെ ബാക്കിയുള്ളത് ആ യോഹന്നാനും. നീ അത് വിട്, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരിടാ, നീ അവിടെ എല്ലാം കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ആ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇപ്പോൾ ഓർഡർ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ഒരു 10 ഇരട്ടിയോളം ഓർഡർ. മാർക്കറ്റ് നല്ല കിടുവായിട്ടാണ് റെസ്പോൺസ്. ഒരു 10-25 അപ്പ് ഫ്രണ്ട് ഓർഡറും ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ലിക്വിഡ് ക്യാഷ് ആയിട്ടൊന്നും ഇപ്പോൾ കയ്യിലില്ലടാ. അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നീ അവിടുത്തെ കാര്യങ്ങൾ സെറ്റാക്കിയാൽ മതി. ഓക്കേടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്ക്. ശരിടാ, ഞാൻ തന്നെ വിളിക്കാം. ഓക്കേടാ. നിന്റെ ഫോൺ ഇങ്ങോട്ട് എടുത്തേ. ഹലോ ഹലോ അക്ക. ആ പാർത്ഥിബ, യോഹന്നാൻ ടീമിന്റെ
ഒരു പേയ്മെൻ്റ് കൂടി സെറ്റിൽ ചെയ്തു. കുറേ ഓർഡർ ഉള്ളതല്ലേ. ഇങ്ങനെ പോയാൽ 6 മാസത്തിനകത്ത് എല്ലാം സെറ്റിലാവും. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. താങ്ക് യു അക്ക. അതങ്ങ് നിന്റെ കൈ വെച്ചേക്ക്. വൈഫിന്റെ ഡെലിവറി എന്നാ? അത് മറ്റന്നാള്. കാശ് വല്ലതും ഉണ്ടോ നിന്റെ കയ്യില്? ഹേയ് അങ്ങനൊന്നുമില്ല. ഒരു കാര്യം ചെയ്, നാട്ടിലുള്ള നിന്റെ അക്കൗണ്ട് നമ്പർ എനിക്ക് ഇങ്ങോട്ട് അയച്ചു കുറച്ച് കാശ് ഇങ്ങോട്ടിടാ. അയ്യോ അത് പിന്നെ ഇത് എന്റെ പൈസയാ. 6 മാസത്തിനകത്ത് മറ്റവന്മാര് കാശ് തന്ന് തീർക്കുമല്ലോ. എന്തായാലും നിന്റെ പ്രോആക്റ്റീവ് ഡിസിഷൻ നന്നായി. സമയം നിന്റെ കൂടെയാ. ഡോൺ വറി. ഓക്കെ അക്ക. ഓക്കെ. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഇസ്മായിലിനെ വന്നിവിടെ. ഹലോ, ആ സ്റ്റെല്ല പറയൂ. നീ പാർത്തുവിനെ കോണ്ടാക്ട് ചെയ്തായിരുന്നോ? ഡെലിവറി കഴിഞ്ഞോ? ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. നീ കാര്യം പറ, എന്താ പ്രശ്നം? പാർത്തുവിന്റെ വൈഫും കൊച്ചും ഡെലിവറിയിൽ മരിച്ചു. പോവാം. ആ ശരി. ഒരു യാത്രയുണ്ട്, പോയി വന്നിട്ട് കാണാം. കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? അത് സ്വാമിയോട് ചോദിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്യാം. നോക്കാം. അച്ഛന് ടെൻഷൻ ഉണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാ ഉണ്ട്. പിന്നെ നിന്നെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇപ്പോൾ പ്രശ്നമെല്ലാം തൽക്കാലം കഴിഞ്ഞില്ലേ? ഇങ്ങനെ കുറച്ചു കാലം അങ്ങ് പോയാൽ മതിയായിരുന്നു. കുറച്ചുനാൾ. ഇതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഈ ഒരു നിമിഷത്തിനപ്പുറം ഒന്നും തന്നെയില്ല. ഇന്നലെയുമില്ല, നാളെയുമില്ല. ആളുകൾ അതിൽ കുടുങ്ങിക്കിടക്കുന്നു. ശരിക്കും ഈ ക്ഷണത്തിൽ നമ്മൾക്ക് എന്താ പ്രശ്നം? ഒന്നുമില്ല. മനസ്സ് ഇന്നലെ കുറിച്ചോർത്ത് പശ്ചാത്താപിക്കുകയോ നാളെ കുറിച്ചോർത്ത് വ്യാകുലപ്പെടുകയോ ചെയ്യുന്നു. നമ്മുടെ കുംഫു പാണ്ഡയോട് മാസ്റ്റർ പോകുകയെ പറഞ്ഞത് ഓർമ്മയില്ലേ? Yesterday was history, tomorrow is a mystery, but today is a gift. That is why it is called present. വിഷമം ഒരു നിമിഷത്തേക്ക് മാത്രം ഉള്ളതാണ്. അതിനെ ഒരു ദിവസം മുഴുവൻ കൊണ്ട് നടക്കുമ്പോൾ മൂഡ് ഔട്ട് എന്ന് പറയും. മാസങ്ങളോളം കൊണ്ട് നടക്കുമ്പോൾ ഡിപ്രഷൻ എന്ന് പറയും. വിഷമിക്കരുത് എന്നല്ല, എത്രയും പെട്ടെന്ന് വീണ്ടും ഈ ക്ഷണത്തിൽ വരിക എന്നതാണ് ജീവിതത്തിന്റെ അൾട്ടിമേറ്റ്. ചുറ്റും നടക്കുന്നത് ഒന്നും നമ്മളെ തുടരുത്. ഒരു താമരയെ പോലെ ചെളിക്കൊണ്ടിലും തല ഉയർത്തി ഇടം നിൽക്കാൻ കഴിയണം. അഹോ നിരഞ്ജൻ. നീ എന്നാ ഗൾഫിൽ നിന്ന് വന്നേ? സ്വാമിജി ഫെബ്രുവരി 20 സമാധിയായല്ലോ. അഹോ നിരഞ്ജൻ.